ഹലോ ഗായ്സ്, നമുക്കിന്ന് നല്ല കോട്ടയംകാരുടെ കുഴഞ്ഞ കപ്പ വേവിച്ചതും മത്തിക്കറിയും വെക്കാം. അതിനായിട്ട് ആവശ്യത്തിനുള്ള കപ്പ നന്നായിട്ട് കഴുകി പിന്നെ വീണ്ടും വേറൊരു വെള്ളത്തിൽ, ഇത് നല്ല വെള്ളമാണ്, ഒത്തിരി പ്രാവശ്യം കഴുകിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മളത് വീണ്ടും കഴുകിയിട്ട് കലത്തിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, ഇന്ന് വിറകടുപ്പിലാണ് വെക്കുന്നത്. വിറകടുപ്പിലോട്ട് വെച്ച് നമുക്ക് അടച്ച് വെക്കാം. ചിലർ ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടും വേവിക്കാറുണ്ട്, പക്ഷെ ഞാനത് അരപ്പിൻ്റെ കൂടെ ഇടുന്നുള്ളേ. അതിനായിട്ട് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തൊള്ളി ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ടിട്ട്, ഇന്ന് കാന്താരി ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ച് മാറ്റി വെക്കാം. ആ സമയത്ത് നന്നായിട്ട് കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഗൈസ്, പനിയാണ്, ഞാൻ പറഞ്ഞതെന്നല്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പം നന്നായിട്ട് കപ്പ വന്നിട്ട് അരപ്പും കൂടി ഇട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയിട്ട് അതെടുത്ത് മാറ്റി വെച്ചേക്കുവാണ്. അതിനകത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിയാപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ഇച്ചിരി വെള്ളം കൂടെ അരപ്പിനകത്ത് ചേർത്തായിരുന്നു, ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് നല്ലത്, അപ്പോഴേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇങ്ങനത്തെ കപ്പയാണ് ഇവിടെ എനിക്കും രാവിലേട്ടനും എല്ലാവർക്കും ഇഷ്ടം, നല്ല കുഴഞ്ഞ കപ്പ. അപ്പം നമ്മുടെ കപ്പ വേവിച്ചത് നല്ല ചൂട് കണ്ട് ആവി പറക്കുന്നത് കണ്ടോ, നല്ല കപ്പ വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മത്തിക്കറി വെക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്, കുടംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു നുള്ളു ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവായും കൂടെ ചേർത്ത് ഉലുവ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത്, നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. മുളക് പൊടി കുറച്ചെടുക്കുന്നതിനാന്ന് വെച്ചാൽ നമ്മൾ പൊടിക്കുന്നതായതുകൊണ്ട് നിറം കുറവായിരിക്കും, പക്ഷേ എരിവ് നന്നായിട്ടുണ്ട്. ഇപ്പം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇത് ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നതാണ്, പൊടി നന്നായിട്ട് മൂത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം, അന്നേരം തന്നെ ഒഴിക്കണം. പിന്നെ അതിൻ്റെ കൂടെ പൊടി മൂപ്പിക്കുന്ന സമയത്ത് തന്നെ കുടംപുളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് പൊടിയെല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ച് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പച്ച ചുവയ്ക്കും. എന്നിട്ട് നമ്മൾ കറിക്ക് ആവശ്യമുള്ള വെള്ളം അന്നേരം തന്നെ, നമ്മൾ എപ്പോഴാണ് ഒഴിക്കുന്നത് അന്നേരം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് തിളപ്പിച്ച് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മീൻ പെറുക്കിയിടണം. അതിന് വേണ്ടി ചാറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മത്തിക്കുട്ടന്മാരെ പെറുക്കിയിട്ട് കൊടുക്കാം. മത്തിക്കുട്ടന്മാരെ പെറുക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പ് കുറച്ചുകൂടി ഇടാം, അല്ലെങ്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്തിട്ട് വീണ്ടും അടച്ച് വെക്കാം. എന്നിട്ട് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മണ്ടയിൽ കൂടെ ഒഴിച്ചിട്ട് ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് അടച്ച് വെക്കാം. അപ്പം നമ്മുടെ കോട്ടയംകാരുടെ മത്തിക്കറിയും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവി പറക്കുന്ന കണ്ടോ ഗൈസ്? ആർക്കെങ്കിലും കൊതി വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മുടെ കുഴഞ്ഞ കപ്പ വേവിച്ചതും മത്തിക്കറിയും മത്തി വറുത്തതും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കഴിച്ചാലോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്